നമുക്കറിയാം ബീത്തോവൻ്റെ കേൾവിശക്തി കംപ്ലീറ്റ് നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ഏകദേശം 57-ാമത്തെ വയസ്സിലാണ് ബീത്തോവൻ മരിക്കുന്നത്. 57 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. 28-ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹത്തിൻ്റെ കേൾവിശക്തി കുറയാൻ തുടങ്ങി. 44-45 വയസ്സായപ്പോഴേക്കും അദ്ദേഹം കംപ്ലീറ്റ് കേൾവിശക്തി ഒരു തരി പോലും കേൾക്കാൻ പറ്റാത്തതായി. ഫ്യൂറലീസെ അദ്ദേഹത്തിന് 38-39 വയസ്സിലാണ് അദ്ദേഹം ഈ ഒരു പീസ് കമ്പോസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അദ്ദേഹത്തിൻ്റെ കേൾവിശക്തി ഇല്ലാണ്ടായ ഒരു സമയത്താണ് അദ്ദേഹം ഈ ഒരു പീസ് കമ്പോസ് ചെയ്യുന്നത്. ബീത്തോവൻ ഈ ഒരു പീസ് കമ്പോസ് ചെയ്യുന്നത് 1810 ഏപ്രിൽ 27-നാണ്. പക്ഷെ ഇത് റിലീസ് ചെയ്യപ്പെടുന്നത് 1827 അദ്ദേഹം മരിച്ചതിന് ശേഷം 40 വർഷങ്ങൾക്ക് ശേഷം 1867 അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ഒരു 40 വർഷത്തെ ഓർമ്മയാചരണം ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർഡിൽ വെച്ച് നടന്നപ്പോൾ അവിടെ വെച്ച് പുതിയൊരു പുസ്തകം എന്ന് അവർ റിലീസ് ചെയ്തു. ആ പുസ്തകത്തിൻ്റെ പേര് ദി നോയെ ബ്രീഫ് ഓൺ ബീത്തോവൻ. ദാറ്റ് മീൻസ് ദ ന്യൂ ലെറ്റേഴ്സ് ഓഫ് ബീത്തോവൻ. അതിനകത്ത് 28 മുതൽ 31 വരെ കിടക്കുന്ന പേജുകളിലാണ് അതുവരെ റിലീസ് ചെയ്തിരുന്ന ഫ്യൂറലീസെ റിലീസ്